ഇൻഷാ അള്ളാ. അപ്പോ നമ്മള് മുമ്പ് ഇതിന്റെ ഒരു ചെറിയൊരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു, ഫസ്റ്റത്തെ പാർട്ട്. ഇൻഷാ അള്ളാ അതിന് നിങ്ങൾ പങ്കെടുത്തിട്ടില്ലല്ലോ, ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം അല്ലേ? നിങ്ങള് ഓൺലൈനിൽ അതിന്റെ ഇത് കണ്ടിരുന്നോ, റെക്കോർഡ് ക്ലാസ് കണ്ടിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് എവിടുന്ന പറയാനുള്ളതെന്ന് അറിയോ ഈ ചോദ്യ പേപ്പറില്? നീ എവിടുന്ന പറയാനുള്ളതെന്ന് അറിയോ? എന്തേ? നിങ്ങള് മുമ്പ് ലിങ്ക് വിട്ടിട്ടില്ലായിരുന്നോ? ലിങ്ക് ഇപ്പോഴാ കിട്ടിയത്? ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. ഇൻഷാ അള്ളാ. പിന്നെ നമ്മൾ ഇതുവരെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് 6 ചോദ്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഫസ്റ്റത്തെ ആ ടിക്കറ്റുള്ള 6 ചോദ്യങ്ങളില്ലേ, 6 ചോദ്യങ്ങളും അതിന്റെ ഓരോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിലവിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കാൻ പോവാ. എന്താണ് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ചോദ്യം എന്താ? സിനാനൊന്ന് വായിക്കോ? സലാം അടക്കുന്നതിന്റെ വിധി. ഓക്കെ. എന്താ സലാം അടക്കുന്നതിന്റെ വിധി? സുന്നത്താണോ? സിനാൻ പറയുന്നു സുന്നത്താണെന്ന്. സുന്നത്താണോ സിനാനെ? സംശയം. നമ്മള് സലാം ഏത് പാഠത്തിലാ പഠിച്ചതെന്ന് ഓർമ്മ ഉണ്ടോ? സലാമിനെ കുറിച്ച് ഓർമ്മയില്ല? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ 15ാമത്തെ പാഠം ഓർമ്മ ഉണ്ടോ? 15ാമത്തെ പാഠം അതിലാണ് നമ്മൾ സലാമിനെ കുറിച്ച് പറഞ്ഞത്. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. ഈ ചേരുമടി ചേർക്കണയിൽ ഏതാ നിർബന്ധം എന്നുള്ള അർത്ഥത്തിന് ഏതാ പറഞ്ഞേക്കണ്? പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും വാക്ക്? നിർബന്ധം സിനാനെ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിർബന്ധം എന്നുള്ള അർത്ഥത്തിന് ഏതെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ബി നോക്കിയോ ജി? ബി എന്താണ്? ഫർള് ഐനല്ലേ? ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യം, വ്യക്തിപരമായിട്ട് നിർബന്ധമുണ്ട്. ഓക്കെ. അപ്പൊ സലാം പറയുന്നതിന്റെ വിധി സുന്നത്തും മടക്കൽ നിർബന്ധമാണ്. എന്താണ്? സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധം. ഇവിടെ നമുക്ക് കൂട്ടിച്ചേർത്ത് പഠിക്കാനുള്ള മറ്റൊരു വിഷയമാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സലാം പറയല്. റെഡി അല്ലേ? അപ്പോളേ നമ്മള് ഇപ്പൊ എന്ത് ചെയ്തു അറിയോ? മദ്രസയില് നമ്മളിങ്ങനെ വിട്ടു പോവാ. മദ്രസ ഇങ്ങനെ വിട്ടു പോവാ. മദ്രസ വിട്ടിട്ട് വീട്ടിൽ പോവൂലേ? വീട്ടിൽ പോവൂലേ? മദ്രസ തന്നെ ഇരിക്കല ഫുൾ ടൈം? അല്ലല്ലോ, വീട്ടിൽ പോവില്ലേ? മദ്രസ വിട്ടിട്ട് നമ്മള് വീട്ടിൽ പോവൂലേ? വീട്ടിൽ പോവല്ലേ? അപ്പോ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഉമ്മാനോട് സലാം പറയാറുണ്ടോ? സലാം പറയാറുണ്ട് അല്ലേ? നല്ല കുട്ടിയാണല്ലേ? അപ്പോ നമ്മള് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ അയൽവാസികളെ കുറെ ആളുകളെ വീടുണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ അയൽവാസിയിലെ ഒരു താത്ത എന്നോട് സലാം പറഞ്ഞാൽ നമുക്ക് സലാം മടക്കാൻ പറ്റോ ഇല്ലേ? പറ്റൂല. കാരണം എന്താ?
അന്യ സ്ത്രീ അന്യ പുരുഷനോട് സലാം പറയൽ ഹറാമാണ്. എന്താണ്? ഹറാമാണ്. എന്നാല് ഇജി ആ താത്താനോട് സലാം പറയാൻ പറ്റോ? അപ്പോ അന്യ പുരുഷൻ അന്യ സ്ത്രീയോട് സലാം പറയുന്നതിന്റെ വിധി എന്താ? കറാഹത്ത്. കറാഹത്ത്, ഹറാമില്ല, കറാഹത്ത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പോ എന്തൊക്കെ പഠിച്ചു? 4 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, സലാം പറയൽ സുന്നത്താണ്. പിന്നെന്താണ്? രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? മടക്കൽ നിർബന്ധമാണ്. റെഡി അല്ലേ? പിന്നെ അന്യ സ്ത്രീ അന്യ പുരുഷനോട് സലാം പറയൽ ഹറാമാണ്. അന്യ സ്ത്രീ അന്യ പുരുഷനോട് സലാം പറയൽ ഹറാമാണ്. നാലാമത്തെ കാര്യം, അന്യ പുരുഷൻ അന്യ സ്ത്രീയോട് സലാം പറയൽ കറാഹത്താണ്. അപ്പൊ ഇങ്ങോട്ട് കണ്ടില്ലേ, സലാമന്നെ വ്യത്യസ്ത കോലത്തിൽ വരുന്ന ഹറാമും കറാഹത്തും സുന്നത്തും വാജിബൊക്കെ ആയി വരുന്ന കോലം കണ്ടില്ലേ? മനസ്സിലായോ? ആ 4 കോലം മനസ്സിലായോ നിങ്ങക്ക്? 4 രൂപം മനസ്സിലായി? എന്നാ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എനിക്ക് തിരിച്ചിട്ട് അതേപോലെ? സലാം പറയല് സുന്നത്ത്. ഓക്കെ. സലാം മടക്കല് നിർബന്ധം. മടക്കൽ നിർബന്ധം. ഓക്കെ. പിന്നെ അന്യ പുരുഷനോട് സ്ത്രീ സലാം പറയൽ. അന്യ പുരുഷനോട് സ്ത്രീ സലാം പറയൽ ഹറാമ്. വെരി ഗുഡ്. പിന്നെ പുരുഷ അന്യ സ്ത്രീയോട് സലാം പറയൽ. അതെന്താ? അതിന്റെ വിധി എന്താ? കറാഹത്ത് അല്ലേ? ഓക്കെ. അപ്പൊ ആ സലാമിന്റെ 4 രൂപങ്ങൾ നമ്മൾ പഠിച്ചല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഇന്ന് രണ്ടാമത്തെ ചോദ്യം വായിച്ചോ. രണ്ടാമത്തെ ചോദ്യം ഏതാ? അതാണ് രണ്ടാമത്തെ ചോദ്യം. അല്ല അല്ല, അതിന്റെ മുമ്പ് വേറെ ഒന്നും പഠിക്കില്ലേ? ഫിത്ർ, സക്കാത്ത്. പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിക്കൽ. അതിന്റെ വിധി എന്താ? ഓർമ്മ ഉണ്ടോ? ഹലാലാണോ? ഒന്നും കൂടെ ആലോചിച്ച് പറഞ്ഞാൽ മതിട്ടോ. ഇപ്പോ നിങ്ങള് എന്ത് ചെയ്യുന്നറിയോ? നിങ്ങള് പെരുന്നാളിന് നമുക്ക് നോമ്പ് വരാൻ പോവല്ലേ? ഫിത്ർ സക്കാത്ത് റമദാനിലല്ല നമ്മൾ കൊടുക്കല്, റമദാന്റെ അവസാന ദിവസം. അപ്പൊ നിങ്ങളോട് എന്ത് ചെയ്തെന്നറിയോ? നിങ്ങളടുത്ത് ഉമ്മ അരി തന്ന് എവിടെ കൊണ്ടുപോയി കൊടുക്കാന്? അയൽവാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ തന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങൾക്കാണെങ്കിൽ ഫോണ് കിട്ടിയത് ഇപ്പോഴാണ്. നിങ്ങളവിടെ ഫോണിന്മേ കളിച്ചിരുന്ന്. അപ്പോ നിങ്ങൾക്ക് തന്നത്, ഉമ്മച്ചി തന്നത് സുബിഹിന്റെ സമയത്താണ്. ഉമ്മച്ചി എന്ത് തന്നത്? ഉമ്മ എന്ത് തന്നത്? അരി തന്നത് സുബിഹിന്റെ സമയത്താന്ന് വിചാരിച്ചോ? അപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? സുബിഹിന്റെ സമയവും കഴിഞ്ഞ് നിങ്ങൾക്ക് ഫോണ് കിട്ടിയത് എപ്പോഴാണ്? അപ്പൊ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഭയങ്കര ഫോൺമ കളിയായിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ വേഗം ഇങ്ങനെ കേക്കോട്ട് നോക്കിയപ്പോ സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. എന്ത് പൊന്തി വരുന്നുണ്ട്? സൂര്യന്. അപ്പൊ എന്തായില്ലേ? പെരുന്നാൾ നിസ്കരിക്കാനുള്ള സമയായില്ലേ? അപ്പൊ 2 റക്അത്തും അതിന്റെ ഖുതുബയും നിർവഹിക്കാനുള്ള ഒരു സമയത്തിനെ തൊട്ട് നിങ്ങൾ ആ ഫിത്ർ സക്കാത്ത് കൊണ്ടേ കൊടുക്കാൻ നിങ്ങൾ നേരം വൈകിയാലോ? നിങ്ങക്ക് കുറ്റം ഉണ്ടാവോ? അല്ല കുഴപ്പമില്ലാത്ത വിഷയാണോ? കുറ്റം ഉണ്ടാവോ? എങ്ങനെ കുറ്റം ഉണ്ടാവുക? പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കൽ എന്താണ്? നമ്മൾ പെരുന്നാൾ നിസ്കാരത്തെക്കാളും പിന്തിക്കൽ കറാഹത്തേ ഉള്ളൂ. എന്തുള്ളൂ? കറാഹത്തുള്ളൂ. അപ്പൊ ഇവിടെ ഏതാ? ഈ അല്ലേ ഉത്തരം വരിക? ഈ അല്ലേ?
ആ ഓക്കെ. ഉം. നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഫിത്ർ സക്കാത്താണല്ലോ വിഷയം. ഫിത്ർ സക്കാത്ത് അല്ലേ? ആ ഫിത്ർ സക്കാത്ത് കൊണ്ടേ കൊടുത്ത് പരിചയം ഉണ്ടോ? ഉണ്ട്, പരിചയം ഉണ്ട് അല്ലേ? ഫിത്ർ സക്കാത്ത് കൊണ്ടേ കൊടുത്ത് പരിചയം ഉണ്ട്. ഓക്കെ. ആ ഫിത്ർ സക്കാത്ത് ഉം. നമ്മൾ കൊണ്ടേ കൊടുക്കൽ എന്തല്ലേ കൊണ്ടേ കൊടുക്കൽ? അരിയല്ലേ കൊണ്ടേ കൊടുക്കൽ? അരിയല്ലേ? ആ നമ്മളെ നാട്ടിലുള്ള ഉം. ഭക്ഷണധാന്യാണല്ലോ കൊടുക്കേണ്ടത് സക്കാത്ത്. അപ്പൊ ഒന്ന് പഠിച്ചു, ആ നമ്മൾ അരിയാണ് കൊണ്ടേ കൊടുക്കൽ. അതെന്താണ്? നമ്മളെ നാട്ടിൽ എപ്പോഴും ഭക്ഷണം കഴിക്കൽ അതുകൊണ്ട് അരിയായിട്ടല്ലേ നമ്മൾ ചോറ് കഴിക്കല്? ചോറ് എങ്ങനെ ഉണ്ടാക്കല്? അരി കൊണ്ടല്ലേ? അപ്പോ നമ്മുടെ നാട്ടിലെ ഭക്ഷണധാന്യമാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ഒന്ന് നമ്മൾ പഠിച്ചു ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പഠിക്കുമ്പോ. റെഡി അല്ലേ? പിന്നെ നിങ്ങൾ ആ കൊണ്ടേ കൊടുക്കുന്ന അരിന്റെ തൂക്കം നിങ്ങൾ നോക്കിക്കണോ? കുറച്ച് കാലം ഉണ്ടാവൂലേ? കുറച്ച് കാലം ഉണ്ടാവില്ല? ഉണ്ടാവും. ഒരു സോ ആണ് എന്ത് ചെയ്യേണ്ടത്? ഒരു മനുഷ്യനെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോ ഇങ്ങള് എന്ത് ചെയ്യൂലേ? നിങ്ങളെ വീട്ടിൽ എത്ര ആളുണ്ട്? ഇജി 4 ആൾക്കാര്. 4 ആൾക്കാരുള്ളൂ. ഇജി, എന്റെ ഉപ്പ, എന്റെ 5 ആൾക്കാര്. ഉമ്മ, പിന്നെ എത്ര 5. കാക്കാരുണ്ടാ? സിനാനെ, കാക്കാരുണ്ടാ? ഞാനും എന്റെ അനിയനും. അനിയനും അനിയത്തിയാണുള്ളത്? ഓ, അപ്പൊ സിനാനാണല്ലോ മൂത്ത കുട്ടി. ഓക്കെ 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 ഓക്കെ. അപ്പോ നിങ്ങൾ 5 ആളുകളില്ലേ? അപ്പൊ നിങ്ങൾ മൊത്തം ആൾക്കാർക്ക് ആ എത്ര സോ അരി കൊടുക്കണം? 5 സാധാ. 5 സോ അരി കൊടുക്കണം അല്ലേ? റെഡി ആണല്ലേ? അപ്പൊ ഒരാൾക്ക് എത്ര കൊടുക്കണം? ഒരു സോ വീതം കൊടുക്കണം. ഒരു സ്വാദ്. ഓക്കെ. അപ്പൊ നമ്മൾ എത്ര അളവാ കൊടുക്കേണ്ടതെന്ന് കിട്ടി. നമ്മളിത് എപ്പോഴാ കൊണ്ടേ കൊടുക്കേണ്ടത്? നമ്മള് ഇത് കൊണ്ടേ കൊടുക്കണ്ടേ? എപ്പോഴാ കൊണ്ടേ കൊടുക്ക നമ്മളിത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെരുന്നാളിന്റെ തലേ ദിവസം, അതായത് 29 അന്ന് നമുക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ 21 അത് നോമ്പൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടേ കൊടുക്കും. എല്ലാ വീട്ടിലും ഇങ്ങനെ കൊണ്ടേ കൊടുക്കും അല്ലേ? ഏതുവരെ നമുക്ക് കൊണ്ടേ കൊടുക്കാം? പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെ നമുക്ക് കൊണ്ടേ കൊടുക്കാം. പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെ കൊണ്ടേ കൊടുക്കാം. പെരുന്നാൾ നിസ്കാരത്തെക്കാളും വിട്ട്, അതായത് നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടേ കൊടുക്കൽ കറാഹത്താവുള്ളൂ. പക്ഷെ ഫിത്ർ സക്കാത്ത് ഹറാമാകുന്ന ഒരു കോലുണ്ട്. അതായത് നമ്മള് ഒരു നേരത്തേക്കായും വിട്ട് കൊണ്ടേ കൊടുക്കൽ ഹറാമാണ്. ഏതാ ദിവസം? പെരുന്നാൾ ദിവസത്തെക്കാളും അപ്പുറത്ത്, അതായത് പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ എന്താണ്? ഫിത്ർ സക്കാത്ത് പിന്തിക്കൽ ഹറാമാണ്. എന്താണ്? മനസ്സിലായോ? സിനാനക്ക് മനസ്സിലാവുണ്ടോ? സിനാനെ, എന്താ മനസ്സിലായത് ഇപ്പോ ഫിത്ർ സക്കാത്തിനെ കുറിച്ച്? ഫിത്ർ സക്കാത്തിനെ കുറിച്ച് എന്താ മനസ്സിലായത്? പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം? അല്ലോ, കുടുങ്ങിയ? മുമ്പ് കൊടുക്കണം. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊണ്ടേ കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? അരിയാണ് കൊടുക്കുക. അരി എന്ന് പറഞ്ഞാൽ അരി എന്ന് പറയരുത്, നാട്ടിലെ മുഖ്യ ആഹാരം എന്ന്. അതാണ് നമ്മളെ നാട്ടിലെ അരിയാണ്. നമ്മളൊക്കെ ചോറ് ഭക്ഷണം, അരി ഭക്ഷണം കഴിക്കുന്ന ആളല്ലേ? രാവിലെ നമ്മൾ എന്താ തിന്നല്? ദോശ, ഇഡലി, പിന്നെന്താ വെള്ളപ്പം, പത്തിരി, ഇതൊക്കെ അരി പൊടിച്ചുണ്ടാക്കണല്ലേ? അരിയല്ലേ? ആണ്. പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കല്? നെയ്ച്ചോറ്, ബിരിയാണി, പിന്നെ മന്തി, പിന്നെ സാദാ ചോറ്, വെറുംചോറ്, ഒക്കെ എന്തല്ല അരിയല്ലേ? അരി. പിന്നെ രാത്രി എന്താ കഴിക്കല്? രാത്രി പിന്നെ ചില ആൾക്കാരൊക്കെ ചപ്പാത്തി കഴിക്കാറുണ്ട്. ചപ്പാത്തി കഴിക്കാത്തവരെ പറ്റി, ചോറ് കഴിക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ.
അപ്പോ നാട്ടിലെ മുഖ്യ ആഹാരം, നമ്മളെ മുഖ്യ ആഹാരം അരിയാണ്. അതുകൊണ്ട് നമ്മൾ അരി എന്ന് പറയുന്നത്. അപ്പോ നാട്ടിലെ മുഖ്യ ആഹാരമാണ് നൽകേണ്ടത് അല്ലേ? പിന്നെ അതിന്റെ അളവ് എത്ര? അളവ് എത്ര കൊടുക്കണ്ടേ? ഒരു സ്വാദ്. ഒരു സോ, ഒരു സോ, എന്താണ് ഒരു സോ? ഇങ്ങനെയാണ് സോ. ഒരു സോ ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ? സോ ഞാൻ എഴുതിക്കണതാ. ഓക്കെ, ഒരു സോ കേട്ടോ. പിന്നെ 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 വേറെന്താ? പെരുന്നാൾ ദിവസത്തെക്കാളും ഫിത്ർ സക്കാത്തിനെ പിന്തിക്കൽ പോയോ? മറന്നോ? ഹറാമാണല്ലേ? എന്താണ് സിനാൻ പറയുന്നു? അപ്പൊ പെരുന്നാൾ ദിവസത്തേക്കാളും ഫിത്ർ സക്കാത്തിനെ പിന്തിക്കൽ എന്താണ്? ഹറാമാണ് കേട്ടോ. ഓക്കെ, അപ്പോ പിന്നെ അവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഒന്ന് എന്താണ് വേറെ പഠിക്കാനുള്ളത്? ഫിത്ർ സക്കാത്തിനെ കുറിച്ചിട്ടുള്ള, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഫിത്ർ സക്കാത്തിന്റെ. നമുക്ക് ചിലപ്പോ 5 മാർക്കിന് എന്ത് ചോദിക്കാറുണ്ട്? എസ് ചോദിക്കാറുണ്ട്. ആ എസ്സേയിൽ എന്ത് ചെയ്യണം? നമുക്ക് എഴുതാൻ കഴിയണം ഈ ഫിത്ർ സക്കാത്തിനെ കുറിച്ച്. അപ്പോ നമ്മൾ പറയുന്നത്, ഈ ഫിത്ർ സക്കാത്ത് ആരാണ് നൽകേണ്ടത്, എപ്പോഴാണ് നൽകേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നും കൂടെ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സക്കാത്താണ്. അപ്പോ ഫിത്ർ സക്കാത്ത് ഈസ് ഈക്വൽ ടു ശരീരത്തിന്റെ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയം എന്ന് പറയുന്നത് റമദാനിലെ അവസാനത്തെ ദിവസത്തിന്റെ സൂര്യാസ്തമയത്തോടെയാണ് ഇത് നിർബന്ധമാവുക. എപ്പോ? റമദാനിന്റെ അവസാനത്തെ ദിവസത്തെ സൂര്യാസ്തമയത്തോടെയാണ് ഇത് നിർബന്ധമാവുക. അപ്പോ ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകർ, കടമുണ്ടെങ്കിൽ വീട്ടാൻ ആവശ്യമായ ധനം, പെരുന്നാൾ ദിവസത്തിന്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ആവശ്യമായ ഭക്ഷണ വസ്ത്ര എന്നിവക്ക് ആവശ്യത്തിൽ അധികം ധനം ഉള്ളവർ തന്റെ ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം എന്നാണ് നമ്മുടെ പുസ്തകം പറഞ്ഞത്. അതായത് നമുക്ക് പെരുന്നാൾ ദിവസം താമസിക്കാനുള്ള വീടുണ്ടോ? പെരുന്നാൾ ദിവസം നമുക്ക് എടുക്കാനുള്ള പുതിയ ഡ്രസ്സ് ഉണ്ടോ? പിന്നെ പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള, നമ്മൾ ചെലവ് കൊടുക്കൽ ആവശ്യമായ ആളുകൾക്കും. ചെലവ് കൊടുക്കൽ ആവശ്യമായ, ഇപ്പൊ നിങ്ങൾ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉപ്പയാണ്. നിങ്ങളെ ഉമ്മൻ്റെതും നിങ്ങളെ അനിയൻ്റെതും നിങ്ങളെ പെങ്ങളതും ഒക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? നിങ്ങളുടെ ഉപ്പയാണ് അല്ലേ സിനാനെ? ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മള് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഫിത്ർ സക്കാത്ത് പിന്തിപ്പിക്കൽ കറാഹത്താണ്. ഏത് സമയത്തെ തൊട്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ്? പെരുന്നാൾ നിസ്കാരത്തെക്കാളും ഫിത്ർ സക്കാത്ത് പിന്തിപ്പിക്കൽ കറാഹത്താണ്. പെരുന്നാൾ ദിവസത്തെക്കാളും, അതായത് പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 8 മണി 9 മണി ആകുമ്പോഴത്തെ നമ്മളൊക്കെ നിസ്കാരം കഴിയും. എന്നാൽ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിങ്കളാഴ്ച പെരുന്നാളെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ കൊണ്ടേ കൊടുക്കൽ എന്താണ്? ഹറാമാണ്. പക്ഷെ അത്രയും പിന്തിക്കൽ ഹറാമാണ്, നൽകൽ നിർബന്ധമാണ്. ആ ഹറാമ് വരുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ സാധനം കൊണ്ടേ കൊടുക്കണം അല്ലേ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം എന്താണ്? നഖം മുറിക്കൽ. എന്താണ് നഖം മുറിക്കുന്നതിന്റെ വിധി? എന്താണ് അറിയോ? എന്താണ്? ഹറാമാണല്ലേ? മാഷാ അല്ലാഹ്. അപ്പോ നഖം മുറിക്കൽ എന്താണ്? അത് പോയി, ഹറാമാണല്ലേ? ഓക്കെ. അപ്പോ ഇഹ്റാം ചെയ്താൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളില്ലേ? എന്തൊക്കെയാണത്? എന്തൊക്കെയാണ് ഇഹ്റാം ചെയ്താൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ?
ഹറാം ചെയ്യാത്ത ഓർമ്മയുണ്ടോ? കാര്യങ്ങൾ പറയണം. കൊറേ എണ്ണം പറഞ്ഞില്ല. നമുക്ക് ചിലപ്പോ പരീക്ഷയ്ക്ക് ഒരു 5 എഴുതാനൊക്കെ ചോദിച്ചാലോ? 5 എന്തായാലും അതിൽ പഠിച്ചേക്കണ്ട നമ്മള്. എന്താണ് പറയോ? മുടി നീക്കാൻ നല്ലതാ. മുടി നീക്കാൻ നഖം വെട്ടലാകുന്ന അതന്നെ അതന്നെ നഖം വെട്ടലൊക്കെ പറഞ്ഞില്ല നമുക്ക്. ഇഹ്റാം ചെയ്യൽ, അറഫയിൽ ഹാജരാകൽ, ഇഫാദത്തിന്റെ അതല്ല അത് നിങ്ങളെന്താ പറയണേ? നിങ്ങളെന്താ പറഞ്ഞേ? അത് ഹജ്ജിന്റെ വാജിബാത്തുകളല്ല പറഞ്ഞത്. അതല്ല ഞാൻ ചോദിച്ചത്. ഇഹ്റാം ചെയ്തവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ഓർമ്മണ്ടോ? എന്നാൽ നിങ്ങളെ പാഠത്തിന്റെ ഏകദേശം അവസാനായിട്ട് കൊടുത്തിട്ടില്ലേ? നിങ്ങളെ പാഠം മനസ്സിലായോ? 11ാമത്തെ പാഠം. 11ാമത്തെ പാഠത്തിന്റെ അവസാനല്ലേ ഇഹ്റാം ചെയ്തവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്? ഒന്ന്, പുരുഷൻ ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കുകയോ തലമറക്കുകയോ ചെയ്യുക. കണ്ടോ? സ്ത്രീ മുഖം അവസാനത്തില് ഏകദേശം 12 പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? 11ാമത്തെ പാഠത്തിന് അവസാനം. പേജ് നമ്പർ എന്റെ കയ്യിലില്ല. എന്റെ കയ്യില് പുസ്തകമില്ല. എനിക്ക് ഓർമ്മയുണ്ട് എവിടെയാണ് എന്നുള്ളത്. ആ പാഠത്തിന്റെ അവസാനാ പറഞ്ഞത്. നോമ്പില്ല, 11ാമത്തെ പാടല്ലേ? അതിന്റെ അവസാനം നോക്കാണി. ഏറ്റവും ലാസ്റ്റ് കണ്ടോ? നിയത്ത് ഒഴിവാക്കിയവർ അല്ല, അവസാനം ഭക്ഷ്യയോഗ്യമായ കാട്ടുജീവികളെ വേട്ടയാടുക എന്നൊക്കെ ആ പാഠത്തിന് അവസാനം പറഞ്ഞില്ല. നിങ്ങൾ ഹജ്ജിന്റെ പാടെടുത്തോ? ഇതൊക്കെ പുസ്തകം ഇവിടെ ഇല്ലാത്തോണ്ടാ. ഹജ്ജിന്റെ പാടെടുക്കി എടുത്തോ? ഹജ്ജിന്റെ പാഠം ഏകദേശം 3 പേജില്ലേ? ആ 3ാമത്തെ പേജിൽ അവസാനത്തെ വാക്കെന്താ? കൊറേ ഇങ്ങനെ നമ്പർ ഇട്ട് ഇങ്ങനെ തന്നല്ലേ? കൊറേ നമ്പർ ഇട്ട് ഇങ്ങനെ തന്നല്ലേ? 10 വരെ. അതന്നെ, അതൊന്ന് വായിച്ചു നോക്കണി. ഒന്നെന്താ? അപ്പോഴാണ് കിട്ടിയതല്ലേ. അതാണ് ഇഹ്റാം ചെയ്യുന്നത്. നിങ്ങള് അതിൽ നിന്ന് 5 മസ്റ്റായിട്ട് കാണാതെ പഠിക്കണം. 5 കൂടുതലൊന്നും പഠിക്കണ്ട. 5 പഠിച്ചാൽ മതി. 5 പഠിക്കാം. 5 എന്തായാലും ചോദിക്കും. ഏതെങ്കിലും 5 പഠിച്ചാൽ മതി. ഏതെങ്കിലും 5 മതി. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കൽ 2 മാർക്കിന് സൈഡിലേക്കാ. 2 മാർക്കല്ല, 4 മാർക്കിന് ചോദ്യം വരില്ലേ? 2 വരില്ല. അവിടെ ഇത് ചോദിക്കാധികം. ഇഹ്റാം ചെയ്യുന്ന ആൾക്ക് നിഷിദ്ധമായ കാര്യങ്ങളിൽ 5 എഴുതുക. അതിലിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ ഏറ്റവും സുഖമുള്ള ഏതൊക്കെയാ ഒന്ന് പറഞ്ഞാണി. ഒന്ന് നിക്കാഹ് ചെയ്യുക. പിന്നെ തലയിലോ താടിയിലോ എണ്ണ പുരട്ടുക. പിന്നെ ചുംബനം അല്ലേ? നഖമോ മുടിയോ നീക്കുകയും ചെയ്യുക. ഓക്കെ. ശരീരത്തിലോ വസ്ത്രത്തിലോ സുഗന്ധം പൂശുക. ഇതൊക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ തന്നെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് 4 നമ്മൾ പഠിച്ചെങ്കിൽ എന്താണ്? നിർബന്ധമാണ്. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. കുറെ പരീക്ഷ പേപ്പറിൽ ഈ ഒരു ചോദ്യം ഇതുവരെ ആവർത്തിച്ചിട്ടില്ല.
അപ്പൊ ഈ വർഷത്തെ ചോദ്യപേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഇഹ്റാം ചെയ്യുന്ന ആൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ കേട്ടോ. ചിലപ്പോ ഈ പരീക്ഷ പേപ്പറിൽ തന്നെ ഉണ്ടാവാം, ശേഷം ഉണ്ടാകാം, നോക്കിയിട്ടില്ല. പിന്നെ ഉംറയുടെ പിന്നെ നമ്മളിപ്പോ ഇതിനോട് കൂടെ തന്നെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട വേറെ ഒന്നാണ് എന്ത്, ഇഹ്റാം ചെയ്യലല്ലേ. നമ്മുടെ മീക്കാത്ത് ഏതാണെന്നറിയോ? ഏതാണ്? ആ എലംലം. ഏതാണ് നമ്മളെ മീക്കാത്ത്? എലംലം ആണല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഹജ്ജിന്റെ പാഠം നമ്മൾ നല്ല പഠിക്കാണ് ഇൻഷാ അല്ലാഹ്. ഒരു ഏകദേശം ഒരു ചെറിയൊരു ക്ലാസ് നോട്ട് ഞാൻ അയച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, ഗ്രൂപ്പിൽ അയക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ കൂടുതൽ പഠിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. പിന്നെ ഹജ്ജ് നമ്മള് എന്ത് ചെയ്യണം, ഈ പ്രാവശ്യം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 2 പാഠത്തിലായിരിക്കണം. ഒന്ന് 11ാമത്തെ പാഠവും അതേപോലെ തന്നെ 10ാമത്തെ പാഠവും നമ്മൾ നല്ല ഫോക്കസ് ചെയ്യേണ്ടി വരും. 12ാമത്തതും ഉണ്ടാവാം, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഈ പാഠങ്ങളാണ്. ഞാൻ എന്റെ ഒരു ഗസ്സിങ് പറയാം കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ളൊക്കെ ഏകദേശം, പിന്നെ കുറച്ച് ദിക്റുകൾ അതിലൊക്കെ പറയുന്നുണ്ട്. അറവ് നടത്തുമ്പോഴുള്ള ഒരു ദിക്ർ ചെല്ലാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹജ്ജിന്റെ മൃഗബലി ഇറക്കുമ്പോ ഹജ്ജിന്റെ നീയത്ത്, അതേപോലെ തന്നെ ഹക്കീക്ക ഇറക്കുമ്പോഴുള്ളത്, പിന്നെ അങ്ങനെ കുറച്ച് അറവിനുമായി ബന്ധപ്പെട്ട കുറച്ച് ദിക്റുകൾ ഉണ്ട്. അതും അതിന്റെ അർത്ഥവും നമ്മൾ പഠിക്കൽ നിർബന്ധമാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കഴിയുന്ന ഓരോ ദിവസവും ഓരോ പാഠം വെച്ച് ഇനി നീങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ പരീക്ഷ ആകുമ്പോഴേക്കും ക്ലിയർ ആയി കിട്ടൂല. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാ, ഒരു ദിവസം ഒരു 2 പാഠം ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള പരമാവധി ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തിയാൽ പരീക്ഷ നല്ല എളുപ്പമാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി 4ാമത്തെ ചോദ്യം നോക്കല്ലേ. എന്താ 4ാമത്തെ ചോദ്യം? ഷെയർ ബിസിനസ് നടത്തൽ എന്താ പറ്റോ? ഷെയർ ബിസിനസ് ഹലാലാണല്ലേ. യെസ്, ഷെയർ ബിസിനസ് നടത്തൽ എന്താണ്? ഹലാലാണ്. ഓക്കെ. അപ്പൊ കച്ചവടം നമുക്ക് നടത്താൻ പറ്റുമല്ലേ? കച്ചവടം നടത്താൻ പറ്റൂലേ? കച്ചവടത്തിൽ വഞ്ചന കാണിക്കാൻ പറ്റുമോ? കച്ചവടത്തിൽ വഞ്ചന കാണിക്കാൻ പറ്റുമോ? കച്ചവടത്തിൽ വഞ്ചന കാണിക്കാൻ പറ്റൂല അല്ലേ. ഓ, ഇതേപോലെ തന്നെ ഷെയർ ബിസിനസ് പോലെ തന്നെ വേറൊരു ഇതല്ല, ഊഹ കച്ചവടം പറ്റുമോ? ഊഹ കച്ചവടം ഊഹ കച്ചവടം തന്നെയാണ് നിങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞില്ല. ഊഹ കച്ചവടം നമ്മൾ ഊഹിച്ചുകൊണ്ട് പറയേ. ഓർമ്മയില്ലല്ലേ? ഊഹ കച്ചവടം പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ എന്ത് പറയണം? ഊഹ കച്ചവടം നിഷിദ്ധമാണ് എന്ന് പറയണം കേട്ടോ. പറ്റൂല. ഇന്ന് ഷെയർ ബിസിനസിന്റെ മാതിരി തന്നെ വേറൊരു കച്ചവടമാണ് ലാഭക്കൂർ കച്ചവടം. പറ്റുമോ? ലാഭക്കൂർ കച്ചവടം അനുവദനീയമാണ്. ലാഭക്കൂർ കച്ചവടവും ഷെയർ ബിസിനസ്സും അനുവദനീയമാണെന്നാണ് നമ്മളെ പുസ്തകത്തിൽ ഉണ്ടാവുക. രണ്ടും അനുവദനീയ. അപ്പൊ എന്ത് ഈ ലാഭക്കൂർ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല. ലാഭക്കൂർ കച്ചവടം എന്ന് പറഞ്ഞാൽ കിറാല് എന്നാണ് അതിന് പറയാ. എന്ത്? ലാഭക്കൂർ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അറബി എന്താ പറയാ? കിറാല്. നോക്കിക്കോളി. വാവായി പോയല്ലേ. കിറാൽ. എന്ത്? ഇതിവിടെ 2 പുള്ളി ഇട്ടുകൊണ്ടോ. ഈ റാ ചേർന്നിട്ടില്ല, ചേർന്നതാണ്. കൂടുമ്പോ ചിലപ്പോ വാവൊക്കെ ആയി പോകും. ഏതാണ്? കിറാൽ കേട്ടോ. കിറാൽ എന്നാണ് എന്ത് പറയാ? ലാഭക്കൂർ കച്ചവടത്തിന് എന്താ പറയാ? കിറാൽ കേട്ടോ. റെഡി അല്ലേ? ഓക്കെ. ആ ലാഭക്കൂർ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ ഈച്ചും എന്റെ അനിയനും കൂടെ ഒരു ബിസിനസ് തുടങ്ങിയ. എങ്ങനെ തുടങ്ങിയ?
അപ്പോ ബിസിനസ് ബിസിനസ് തുടങ്ങിയാണ്. അപ്പോ ഇജ് എന്ത് ചെയ്തു? ഇജ് ഒരു 50,000 ഉറുപ്പ്യ ഇട്ടു. 5-ന് 50,000 ഉറുപ്പ്യ ഇട്ടു. ആ എന്നിട്ട് നിങ്ങൾ രണ്ടാളും മടിക്ക് വ്യവസ്ഥ എട്ടി ലാഭം കിട്ടുന്നതിന്റെ പകുതി എനിക്കും പകുതി എനക്കും. ലാഭം കിട്ടുന്നതിന്റെ പകുതി എനിക്കും ആ പകുതി എനക്കും. ആദ്യം അതിന് പറയുന്ന പേരാണ് എന്ത്? ലാഭക്കൂർ കച്ചവടം. ലാഭം നിശ്ചിത, നിങ്ങളെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടാവുക, ലാഭം നിശ്ചിത അനുപാതത്തിൽ പങ്കിട്ടെടുക്കാം. ലാഭം നിശ്ചിത അനുപാതം. ചിലപ്പോ ഇജ് 50 ഉറുപ്പ്യ, ഇജ് 50,000 ഉറുപ്പ്യയും ബിസിനസ്സിൽ ഇറക്കി, അതിന്റെ 1,00,000 ഉറുപ്പ്യ ഇറക്കി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് എന്ത് 30% അനക്കും 70% എനിക്കും എന്ന് അഞ്ചം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ എന്ത് പറയും? ലാഭക്കൂർ കച്ചവടം എന്ന് പറയും. പക്ഷെ നമ്മൾ ഇവിടെ എന്തേ നോക്കണുള്ളൂ? ലാഭം ഇങ്ങനെ രണ്ടാളും പൈസ ഇറക്കി, എന്നിട്ട് എന്ത് ചെയ്യാണ്? രണ്ടാളും കൂടി തീരുമാനിക്കുകയാണ് ലാഭത്തിന് ഇത്ര ശതമാനം അനക്കും, ലാഭത്തിന് ഇത്ര ശതമാനം എനിക്കും. അങ്ങനെ പറഞ്ഞ് നടത്തുന്ന ബിസിനസ്സിനെയാണ് എന്ത് പറയാ? ലാഭക്കൂർ കച്ചവടം. ഇതാ ഞാൻ ഒന്നും കൂടെ പാഠപുസ്തകത്തിന്റെ ഭാഗം വായിച്ചു തരാം. ലാഭം നിശ്ചിത അനുപാതത്തിൽ പങ്കിട്ടെടുക്കാം എന്ന വ്യവസ്ഥയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് സമ്പത്ത് കൊടുക്കുന്ന ഇടപാടാണ് ലാഭക്കൂർ കച്ചവടം. എന്താണ്? ലാഭം നിശ്ചിത അനുപാതത്തിൽ. എന്താണ് ലാഭം? ലാഭം നിശ്ചിത അനുപാതത്തിൽ പങ്കിട്ടെടുക്കാമെന്ന്. അപ്പോ ഇജിപ്പോ അഞ്ജനോട് പറഞ്ഞത് നമുക്ക് 30-70 എന്ന രൂപത്തിൽ പങ്കിട്ടെടുക്കാം, അല്ലെങ്കിൽ 50-50 എന്ന രൂപത്തിൽ പങ്കിട്ടെടുക്കാം, അല്ലെങ്കിൽ 20-80 എന്ന രൂപത്തിൽ പങ്കിട്ടെടുക്കാം. അത് എങ്ങനെ ആയിക്കോട്ടെ, 60-40 പങ്കിട്ടെടുക്കാം, 25-75 പങ്കിട്ടെടുക്കാം, 35-65 പങ്കിട്ടെടുക്കാം, എങ്ങനെയും പങ്കിട്ടെടുക്കാം. അപ്പൊ അങ്ങനെ ലാഭം നിശ്ചിത അനുപാതത്തിൽ പങ്കിട്ടെടുക്കാം എന്ന വ്യവസ്ഥയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് സമ്പത്ത് കൊടുക്കുന്ന ഇടപാടാണ് ലാഭക്കൂർ കച്ചവടം. റെഡിയാണോ? ലാഭക്കൂർ കച്ചവടം എന്താന്ന് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ പുസ്തകം എടുത്തിട്ട് ആ പുസ്തകത്തിന്റെ ഏകദേശം പകുതി ഭാഗം ആകുമ്പോഴാണ് അത് പറയുന്നത്. നിങ്ങളെ പുസ്തകത്തിന്റെ പാഠം 12. പാഠം 12 ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള പാഠം. ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള പാഠം മറിച്ചോ? അതിലില്ലേ കിറാല് എന്ന് പറഞ്ഞാണ്ട് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിക്കണ്, പെട്ടെന്ന് കാണല്ലോ. കിറാല് ബ്രാക്കറ്റില് കണ്ടല്ലേ? അവിടെ ഒന്ന് അടിവരട്ട് വെച്ചാളി. ലാഭം നിശ്ചിത അനുപാതത്തിൽ നിന്ന് പങ്കിട്ടെടുക്കാമെന്ന അവിടെ ഇല്ലേ? ഒന്ന് അടിവരട്ട് വെച്ചാളി. അടിവരട്ട് വെച്ചാൽ അത് കാണാതെ പഠിക്കണം കേട്ടോ. ലാഭക്കൂർ കച്ചവടം എന്താന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞില്ലേ ഷെയർ ബിസിനസ്. ഷെയർ ബിസിനസ് എന്താന്ന് പറയണ്ടേ? അതിന്റെ നേരെ താഴെ തന്നെ ഉണ്ടാവും ഷിർക്കത്ത് എന്നാണ് അതിന് അറബി പറയാ. ഷിർക്കത്ത് കണ്ടില്ലേ? ഷിർക്കത്ത്. ആയിക്കോട്ടെ. അതെന്താ? എന്താണ് ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞാൽ? 2 അതിലധികമോ വ്യക്തികൾ അവരുടെ സമ്പത്ത് കച്ചവട ആവശ്യത്തിനായി പങ്കിടുന്ന ഇടപാടിനെയാണ് ഷെയർ ബിസിനസ് എന്ന് പറയാം. റെഡി അല്ലേ? ഓക്കെ. നിങ്ങൾ അത് 2 അടിവരട്ട് അത് കാണാതെ പഠിക്കണം കേട്ടോ നാളേക്ക്. റെഡി അല്ലേ? ഓക്കെ 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 ട്ടാ. റെഡി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം എന്താ? ചെയ്യുമ്പോൾ ഉണ്ടാവൽ. ഉളു ഉണ്ടാവുന്നതിന്റെ വിധി എന്താ? സുന്നത്താ? സുന്നത്താണല്ലേ. ലാസ്റ്റ് ഞാൻ അത് മാത്രമേ ബാക്കിയുള്ളല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഡി അല്ലേ? ഓക്കെ. പിന്നെ സൈന്റെ സുന്നത്തുകളിൽ പെട്ട വേറെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? സൈ ചെയ്യാ ഇത് എവിടുന്നാ വന്നത് ഈ ചോദ്യം? ഹജ്ജിന്റെ പാടത്തുനിന്നല്ലേ? ഞാൻ അതുകൊണ്ടാ പറഞ്ഞ ഹജ്ജിന്റെ പാടത്തുനിന്നാണ് ഇപ്പൊ ഈ സൈന്റെ ചോദ്യം വന്നത്. ഹജ്ജിന്റെ പാടല്ലേ? ഞാൻ പറഞ്ഞില്ല ഹജ്ജിന്റെ പാഠം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പറയാൻ കാരണം അതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൂടുതലായിട്ട് കാണുന്നത്
ഹജ്ജിന്റെ പാടാണ്. നമുക്ക് ജയിക്കാനുള്ള മാർക്ക്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് സഈ എന്ന് അറിയണ്ടേ? എന്നാലല്ലേ സഈന് ഉദു ഇതാണെന്നുള്ളത്. സഈ എന്ന് പറഞ്ഞാ നിങ്ങൾ സൊഫ മർവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൊഫ കുന്ന് മർവ കുന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹലോ, സൊഫ മർവ എന്ന് പറഞ്ഞാണ്ട് കേട്ടിട്ടുണ്ടോ? രണ്ട് മലകൾ കേട്ടിട്ടുണ്ടോ? സൊഫയും മർവയും ഓർമ്മ ഉണ്ടോ? ഓക്കെ, അപ്പൊ സൊഫയും മർവയും എന്ന് പറഞ്ഞാണ്ട് എന്തുണ്ടാവും? രണ്ടും. ഹലോ, സൊഫയും മർവയും എന്ന് പറഞ്ഞിട്ട് രണ്ട് എന്തുണ്ട്? കുന്നുകളുണ്ട്. അപ്പൊ നമ്മൾ പറയാൻ പോവാണ് എന്താണ് സഈ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സഈ? തവാഫിന് ശേഷം, അതായത് കഅബയെ ചുറ്റിയതിന് ശേഷം 7 വട്ടം സഫ മർവ കുന്നുകൾക്കിടയിൽ നടക്കലാണ് സഈ. സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? സഈ എന്താണ് സഈ എന്ന് പറഞ്ഞാൽ? തവാഫിന് ശേഷം 7 വട്ടം സഫ മർവ കുന്നുകൾക്കിടയിൽ നടക്കലാണ് സഈ എന്ന് പറഞ്ഞാൽ. അപ്പൊ സഈ എവിടുന്നാ തുടങ്ങേണ്ടത്? സഫയിൽ നിന്നാണ് സഈ തുടങ്ങേണ്ടത്. പിന്നെ സഈ ചെയ്യുന്ന സമയത്ത് വുദൂ സുന്നത്താണ്. വുദൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. പിന്നെ അപ്പൊ സഈനെ കുറിച്ചാണ്. ഇനിയിപ്പോ നിങ്ങളോട് എന്ത് ചോദിച്ചു? ഒരു 4 മാർക്കിന്റെ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് സഈ എന്ന് ചോദിച്ചു. അപ്പോ തവാഫിന് ശേഷം 7 വട്ടം നമ്മുടെ പുസ്തകത്തിൽ, പാഠപുസ്തകത്തിലെ 11ാമത്തെ പാഠത്തിൽ അതന്നെ എന്താണ്? തവാഫിന് ശേഷം 7 വട്ടം സൊഫ മർവ കുന്നുകൾക്കിടയിൽ നടക്കലാണ് സഈ. എത്ര വട്ടം നടക്കണം? സൊഫയിൽ നിന്നാണ് സഈ തുടങ്ങേണ്ടത്. പിന്നെ സഈന്റെ സമയത്ത് വുദൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. അങ്ങനെ എന്തോ ആണ് പുസ്തകത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോ അതാണ് നമുക്ക് സഈനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളെ സമയം ഏകദേശം എന്തായിട്ടുണ്ട്? പറഞ്ഞോളി. നമ്മളെ സമയം ഏകദേശം ഇപ്പോ എന്ത് ചെയ്യും? സൂം ഒറ്റ കട്ടാവലാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിപ്പോ ഈ 5 ചോദ്യങ്ങളാണ് ആകെ ചർച്ച ചെയ്തത്. പക്ഷെ നമുക്ക് ഈ 5 ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം നോക്കുകയാണെങ്കിൽ 5 ചോദ്യത്തിൽ 2 പ്രാവശ്യം ഹജ്ജിന്റെ പാടാണ് ചോദിച്ചത്, അല്ലേ? ഹജ്ജിന്റെ പാടാ ചോദിച്ചത്. പിന്നെ ഒന്ന് ഏതാ ചോദിച്ചത്? സക്കാത്തിനെ കുറിച്ചുള്ള പാടാണ്. പിന്നെ